ഗുഡ് മോർണിംഗ്. ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ ലൈൻ ഞാൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ നിന്ന് ഇപ്പം ഞാൻ എൻട്രി എടുത്തിട്ടില്ല. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഷോർട്ട് ചെയ്ത് ഓക്കെ ഒരു റിട്രേസ്മെൻ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തേക്കാം. ഒരു ചെറിയൊരു റിട്രേസ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ലൈൻ്റെ അവിടം വരെ ഒരു ഓക്കെ, ഞാൻ ലൈൻ്റെ അവിടം വരെ എത്താൻ ഞാൻ കാത്തുന്നില്ല. കാരണം നമ്മളുടെ സ്റ്റോപ്പ് ലോസിലേക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് മേളിലിട്ട് ബാക്കി കിടപ്പുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മളുടെ ട്രേഡ് എടുത്തത്. എന്നാലും സ്റ്റോപ്പ് ലോസ് അത്രയും മേളിലാണ്. സോ അത്രയും മേളിലോട്ട് കയറി വരുവാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെക്കാട്ടിലും പിന്നെ മാർക്കറ്റ് ഒരു അപ്സൈഡ് പോകാനാണ് സാധ്യത. സോ അതാണ് ഞാനിപ്പോൾ അവിടുന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. ട്രേഡ് എടുത്തിട്ട് ജസ്റ്റ് ഒരു 500 റുപ്പീസിൻ്റെ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. എന്താ 100 പോയിൻറ്റ്സ് നമ്മൾ സാധാ വയ്ക്കുന്ന ഒരു CPRൻ്റെ ഒരു സപ്പോർട്ടുണ്ട്. അത് മാത്രമേ ഒരു പ്രശ്നമായിട്ടുള്ളൂ. ഓക്കെ, ഒരു 700 1400 പോയിൻറ്റ്സിൻ്റെ എടുത്തുടനെ ഒരു 1400 പോയിൻറ്റ്സിൻ്റെ ഒരു 2000 അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൊമെൻറ്റം കാണിക്കുന്നുണ്ട് ഡൗൺ സൈഡ്. അപ്പം എനിക്ക് ചെറിയൊരു മൊമെൻറ്റം, വലുതല്ല, ഒന്നില്ലെങ്കിൽ ഒരു എനിക്കൊന്ന് ഫീൽ ചെയ്യുന്ന ഒരു സൈഡ് വൈസ് മൊമെൻറ്റം, അല്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊരു ഡൗൺ ട്രെൻഡ് കാണിച്ചിട്ട്, അല്ലെങ്കിൽ ഡൗൺവേർഡ്സ് മൊമെൻറ്റം കാണിച്ചിട്ട് സൈഡ് വൈസ് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റാണ്. ഞാൻ കൊടുത്തിട്ടില്ല. മാനുവലി അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസിന് വേണ്ടിയിട്ടും റെഡിയാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏത് പ്ലേസിൽ വയ്ക്കണമെന്നും ജസ്റ്റ് പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്. ചിലപ്പം ഈ റെഡ് ക്യാൻഡിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് വന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷമായി. ഇനി പുതിയതായിട്ട് വന്ന ട്രേഡേഴ്സിന് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്ക് ഞാൻ ഒന്നും കൂടെ നമ്മളുടെ സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യാം. ഫിബോയെ ഡ്രോ ചെയ്തു, അതിൻ്റെ 0.6% ലൈനിനെ ഡ്രോ ചെയ്ത് വെച്ചു, ആ ലൈനിനെ മാർക്ക് ചെയ്ത് വെച്ചു. അതിൻ്റെ അവിടെ റിട്രേസ്മെൻറ്റ് വന്ന് ആ ലൈനിനെ റീടച്ച് ചെയ്യാറായപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ട്രേഡിലെടുത്തു. 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റും സെയിം നമ്മൾ വയ്ക്കുന്നത് തന്നെയാണ് വെച്ചത്. ഇപ്പം ഇവിടെ ഒരു ഇഷ്യൂ ഉള്ളത് ജസ്റ്റ് CPRൻ്റെ ഒരു സപ്പോർട്ട് ഏരിയ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. സോ അവിടുന്ന് ഒരു സപ്പോർട്ട് എങ്ങാനും CPRയിൽ നിന്ന് എടുത്ത് മാർക്കറ്റ് തിരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോസ് ബെയർ ചെയ്യേണ്ടി വരും. എന്നാലും ഞാനൊരു 78 പോയിൻറ്റ്സിൻ്റെ ഒന്നും ലോസ് കൊടുക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേളിലേക്ക് വരുവാണെങ്കിൽ പിന്നെ അത്യാവശ്യം നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടാൻ ചാൻസും ഉണ്ട്. സോ കാരണം ഒരുപാട് പേര് സെല് ചെയ്തിട്ടുണ്ടാവും നമ്മുടെയൊക്കെ ഓക്കെ 3000 നമുക്ക് 752.98, അപ്പോൾ 753 നമുക്ക് നമ്മളുടെ എൻട്രി കിട്ടിയത്. നമ്മളുടെ ടാർഗറ്റ് വരുമ്പം 802. ടാർഗറ്റ് വയ്ക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും മാർക്കറ്റ് അവിടുന്ന് തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇപ്പോൾ ഏകദേശം ഒരു 2000ൻ്റെ ഓക്കെ 3000ൻ്റെ അടുപ്പിച്ച് ഒരു പ്രോഫിറ്റാണ് കാണിക്കുന്നത്. 4000. ഓക്കെ ഏതായാലും നമ്മളുടെ ഓക്കെ ഞാൻ നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. 803 നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. 786 ജസ്റ്റ് നമ്മളുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ട് കണ്ടോ, ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടാണ് അവിടുന്ന് റിജക്ഷൻ കാണിക്കുന്നത്. സോ കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. 803 നമ്മളുടെ ടാർഗറ്റ് നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3000 ജസ്റ്റ് നമ്മളുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയായിരുന്നു. ഓക്കെ 3000 നമ്മുടെ ജസ്റ്റ് നമ്മളുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടാണ് അവിടുന്ന് റിജക്ഷൻ കാണിക്കുന്ന മാർക്കറ്റ്. ക്യാൻഡിലിൻ്റെ ക്ലോസും കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് പിന്നെ ഇനിയിപ്പോൾ ഒരു ഗുഡ് താഴത്തോട്ട് മാർക്കറ്റ് വരുന്നുണ്ട്. ഇനിയിപ്പം കുഴപ്പമില്ല, 4000+ പ്രോഫിറ്റ് കാണിച്ചാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ടേൺ അറൗണ്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ട്രേഡിൽ വളരെ കൂൾ എൻജോയ് ദ പ്രോസസ്സ് എന്ന് പറയുന്ന പോലെ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്തിട്ടുണ്ട്, കോസ്റ്റിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. കോസ്റ്റ് എന്ന് വെച്ചാൽ എടുക്കുമ്പോൾ ഒരു 500 റുപ്പീസ് വല്ലതും കോസ്റ്റ് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കണ്ടോ, ജസ്റ്റ് എനിക്ക് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വന്നിട്ടുണ്ട്. കാരണം ജസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ ടാർഗറ്റിൻ്റെ
തൊട്ടടുത്ത് തൊട്ടടുത്ത് എത്തിയിട്ട് ടേൺ അറൗണ്ട് ചെയ്ത് ഒരുപാട് സമയങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ പേഷ്യൻസിനെ ഇങ്ങനെ നശിപ്പിച്ചിട്ട് ലെറ്റ്സ് ബുക്ക് ദി ടാർഗറ്റ് എന്നുള്ളൊരു ഫീൽ വരും. എനിക്ക് ആ ഒരു ഫീലിംഗ് ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഇല്ല, വി വിൽ വെയിറ്റ് ഫോർ ദ പ്രോസസ്സ്. ഇവിടുന്ന് ഒരു ടേൺ അറൗണ്ട് ചെയ്യാനുള്ളൊരു ചാൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പം അങ്ങനെ വല്ലൊരു ഇൻഡക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വളരെ കൂളായിട്ട് ഇവിടുന്ന് അങ്ങനെ ഒരു ഈഗോ പിടിച്ചിരിക്കാതെ ഇവിടുന്ന് നമ്മളുടെ ടാർഗറ്റിനെ ബുക്ക് ചെയ്തേനല്ലോ. അത് ടാർഗറ്റ് കിട്ടി ഇറങ്ങുള്ളൂ, ഓൺലി ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ്, ആ മെൻറ്റാലിറ്റി എനിക്കില്ല. നമുക്ക് ടേൺ അറൗണ്ട് ചെയ്യുവാണെന്ന് നമുക്ക് ഒരു നല്ലൊരു പെർസെൻറ്റേജ് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് എക്സിറ്റ് ചെയ്യും മാനുവലി. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നില്ല ടാർഗറ്റ് തരാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇനി തന്നില്ലെങ്കിലും കുഴപ്പമില്ല, തിരിഞ്ഞാലും നമ്മൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇറങ്ങാമെന്നുള്ളതാണ് പ്ലാൻ. അപ്പം വളരെ ഇൻടാക്റ്റാണ്. 753 നമുക്ക് നമ്മളുടെ ട്രേഡിൽ എൻ്റർ ആയത്. 786 ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. ഒരു 3000 പ്ലസിൻ്റെ പ്രോഫിറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. പറഞ്ഞുള്ളൂ, അപ്പോഴത്തേക്കും കുറഞ്ഞ്. ഇത് ആ ഒരു ഏരിയ അത്യാവശ്യം നല്ല റിജക്ഷൻ കാണിക്കുന്നുണ്ട്. ആദ്യത്തെ ക്യാൻഡിലാണെങ്കിലും ശരി, ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിലാണെങ്കിലും ശരി, നിങ്ങൾ നോക്കിയാൽ കണ്ടാൽ അറിയാം. ജസ്റ്റ് ഒരു 2 to 3 പോയിൻറ്റ്സിൻ്റെ ആണ് ഒരു റിജക്ഷൻ കാണിച്ചത്. കണ്ട, ഇതാണ് നമ്മളുടെ ടാർഗറ്റ് ഏരിയ. അവിടെ നിന്ന് ജസ്റ്റ് ഫ്യൂ പോയിൻറ്റ്സ്, ഒരു 3-4 പോയിൻറ്റ്സിൻ്റെ ഒരു ടേൺ അറൗണ്ടാണ് നമുക്ക് അവിടുന്ന് വന്നത്. അപ്പം അവിടുന്ന് തന്നെ നല്ലൊരു ഓക്കെ 5000 പ്ലസിൻ്റെ ആണ് നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് ബുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു 5000 പ്ലസ്. നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് മോനെ ടേൺ അറൗണ്ട് ചെയ്യില്ല എന്ന് പറഞ്ഞോളൂ. അവിടെ നിന്ന് തന്നെ ടേൺ അറൗണ്ട് ചെയ്ത് 2000 ഒരു 1000-ൻ്റെ താഴത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചേക്കും. ജസ്റ്റ് നോക്കിയേ, അതാണ് സങ്കടം. ജസ്റ്റ് നമ്മളുടെ ടാർഗറ്റിൽ നിന്ന് ജസ്റ്റ് ഫ്യൂ പോയിൻറ്റ്സ് എവേ. നമ്മളുടെ ഓപ്ഷൻസിൻ്റെ ചാർട്ട് ഞാൻ കാണിച്ചു തരാവേ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട്. ഓപ്ഷൻസിൻ്റെ 5 മിനിറ്റ് ചാർട്ട് പിന്നെ ഒന്ന് സൂം ഇൻ ചെയ്യാം. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കി, ആ ക്യാൻഡിൽ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 803. എവിടെ നിന്നാണ് മാർക്കറ്റ് ടേൺ അറൗണ്ട് ചെയ്യുന്നതെന്ന് നോക്കിക്ക്. ദൈവമേ, ആ ക്യാൻഡിലിൻ്റെ ഹൈ നോക്ക്, 796. ഒരു 4 to 5 പോയിൻറ്റ്സ് അവിടെ നിന്ന്. ഓക്കെ തിരിച്ച് കയറി വരുന്നുണ്ട്. വടമൊന്നെ വാ ഫോൾ 96 ആയിട്ട്. യെസ്, ഇതൊരു അന്യായ ട്രേഡായിപ്പോയി, ഭയങ്കര രസമായിപ്പോയി. 5000 പ്ലസിൻ്റെ ഒരു ടാർഗറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതായിരുന്നു ഇന്നത്തെ ട്രേഡിംഗ് ലോജിക്കും നമ്മുടെ ഓർഡർ ബുക്ക്. ഇന്ന് ഓവറോൾ നമ്മളൊരു 5200 പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. താങ്ക് യു, ബൈ.